കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിച്ച അർജുന്റെ വൃക്ക മുഴപ്പിലങ്ങാട് സ്വദേശിയിൽ തുടിക്കും. ഉത്തര മലബാറിലെ ആദ്യ കടാവറിക് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ കണ്ണൂർ ആസ്റ്റർ മിംസിൽ വിജയകരമായി നടന്നു. അതിസങ്കീർണമായ ആരോഗ്യരക്ഷാ ദൗത്യമാണ് മിംസ് മെഡിക്കൽ ടീം നടത്തിയത്. കഴിഞ്ഞ ദിവസം മസ്തിഷ്ക മരണം സംഭവിച്ച് വിട പറഞ്ഞ അർജുന്റെ വൃക്കകളിലൊന്ന് മുഴപ്പിലങ്ങാട് സ്വദേശിയിൽ തുടിച്ചു തുടങ്ങി. കണ്ണൂർ ആസ്റ്റർ മിംസിലാണ് അതിസങ്കീർണമായ ജീവൻ രക്ഷാ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളോട് പോരാടുന്ന മുഴപ്പിലങ്ങാട് സ്വദേശിയായ 37-കാരനാണ് മസ്തിഷ്ക മരണത്തെ തുടർന്ന് വിട പറഞ്ഞ അർജുന്റെ വൃക്കയിലൂടെ പുതുജീവിതം ലഭിച്ചത്. ഒട്ടേറെ മെഡിക്കൽ വെല്ലുവിളികൾ നിറഞ്ഞ 5 മണിക്കൂർ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയയാണ് മിംസിൽ മെഡിക്കൽ സംഘം പൂർത്തിയാക്കിയത്. സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിയായ KSOTയുടെ മൃതസഞ്ജീവനി ലിസ്റ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് അനുയോജ്യമായ വൃക്ക കാത്തിരിക്കുകയായിരുന്നു മുഴപ്പിലങ്ങാട് സ്വദേശിയായ യുവാവ്. വാഹനാപകടത്തിൽ തലച്ചോറിലുണ്ടായ ഗുരുതരമായ പരിക്കിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങിയ അർജുന്റെ വിയോഗത്തിനിടയിലും മാതാപിതാക്കൾ അവയവദാനത്തിന് സന്നദ്ധരാവുകയായിരുന്നു. അർജുൻ ദാനം ചെയ്ത അവയവങ്ങളിൽ ഒരു വൃക്കയാണ് മുഴപ്പിലങ്ങാട് സ്വദേശിയായ യുവാവിന് ലഭിച്ചത്. അമ്മ മാത്രം തണലായുള്ള ഈ യുവാവിന് അർജുന്റെ കുടുംബത്തിന്റെ തീരുമാനം ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിനും വഴിയൊരുക്കി. ദാതാവിൽ നിന്ന് വൃക്ക പുറത്തെടുത്ത മെഡിക്കൽ സംഘം തന്നെയാണ് അവയവം സ്വീകർത്താവിലേക്ക് വച്ചുപിടിപ്പിച്ച ശസ്ത്രക്രിയയും നിർവഹിച്ചത്. യൂറോളജി വിഭാഗം സർജന്മാരായ ഡോക്ടർ അവിനാശ് TS, ഡോക്ടർ സത്യേന്ദ്രൻ നമ്പ്യാർ, ഡോക്ടർ S ഗോവിന്ദ്, നെഫ്രോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ ബിജോയ് ആന്റണി, ഡോക്ടർ സാരംഗ് വിജയൻ, ഡോക്ടർ പ്രദീപ് VR, അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത്, ഡോക്ടർ അനീഷ് ലക്ഷ്മണൻ, ഡോക്ടർ വന്ദന എന്നിവരടങ്ങുന്ന വിദഗ്ധ മെഡിക്കൽ സംഘമാണ് സങ്കീർണമായ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത്. മാറ്റിവെച്ച വൃക്കയോട് ശരീരം മികച്ച രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെന്നും പൂർണ്ണ ആരോഗ്യവാനായ രോഗി അടുത്ത ദിവസം തന്നെ ആശുപത്രി വിടുമെന്നും മെഡിക്കൽ സംഘം അറിയിച്ചു. ഉത്തര മലബാറിലെ ആദ്യ കാഡാവറിക് ട്രാൻസ്പ്ലാന്റ് വിജയകരമാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് ആസ്റ്റർ മിംസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. അർജുന്റെ കുടുംബത്തിന്റെ മാതൃകാപരമായ തീരുമാനവും ജീവകാരുണ്യ സംഘടനകളുടെ പിന്തുണയുമാണ് ഈ വലിയ വിജയത്തിന് പിന്നിലെന്നും ഡോക്ടർ അനൂപ് നമ്പ്യാർ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.